ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും നല്ല ഉപാസനാ മാർഗമാണ് അഷ്ടമി രോഹിണി വ്രതം. അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തിൻ്റെ വിജയം നിലനിർത്തുകയാണ് ഭഗവാന്റെ അവതാര ലക്ഷ്യം തന്നെ. അധർമ്മത്തിൻ്റെ രൂപങ്ങളായവ എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ അവതാരമെടുത്ത മഹാവിഷ്ണുവിൻ്റെ അവതാരം. അതിനാൽ ഈ ദിനത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ വളരെ വേഗം ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കൃഷ്ണജയന്തി വ്രതം എടുക്കുന്നവർ തലേ ദിവസം മുതൽ തന്നെ വ്രതം ആരംഭിക്കേണ്ടതാണ്. മാംസാദികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ലഘുഭക്ഷണം മാത്രമേ കഴിക്കാവൂ. അഷ്ടമി രോഹിണി ദിനത്തിൽ പൂർണ്ണമായും ഉപവസിക്കുകയോ അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം ലഘു ഭക്ഷണം കഴിച്ചുകൊണ്ടോ വ്രതം എടുക്കാം. സാധാരണ സാഹചര്യത്തിൽ 2 നേരവും ക്ഷേത്ര ദർശനം നടത്തിയാണ് വ്രതം എടുക്കേണ്ടത്. എന്നാൽ ഇത്തവണ വീടുകളിൽ തന്നെ ഭക്തിപൂർവ്വം പ്രാർത്ഥനകൾ നടത്തിയാൽ ഉചിതമാണ്. പിറ്റേ ദിവസം തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം നമുക്ക് പൂർത്തിയാക്കാം. ശ്രീകൃഷ്ണൻ്റെ ജന്മദിനത്തിൽ ഉപാസനയും ആരാധനയും വളരെ പ്രധാനമാണ്. ഭഗവാന്റെ വിവിധ വിഗ്രഹങ്ങൾ ആരാധനയ്ക്കായിട്ട് വയ്ക്കും. ജന്മദിനത്തെ പ്രതിനിധീകരിക്കാനായിട്ട് ആലിലയിലെ കുഞ്ഞുകണ്ണൻ്റെ രൂപവും വെണ്ണക്കണ്ണൻ്റെ രൂപവുമാണ് ഏറ്റവും കൂടുതൽ ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ദുർഗാദേവിയുടെ വിഗ്രഹം ശ്രീകൃഷ്ണ ഛായാചിത്രത്തോടൊപ്പം വയ്ക്കേണ്ടതാണ്. ശ്രീകൃഷ്ണൻ്റെ ഒരു ചെറിയ പ്രതിമ തൊട്ടിലിൽ കിടത്തുന്ന പോലെ വെക്കുന്നത് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ വീടിനുള്ളിൽ തൂക്കിയിടുക, തൊട്ടിലിൽ ഇട്ടിട്ട്. അതുപോലെ തന്നെ പൂക്കൾ, സൂര്യപ്രകാശവും നാളികേരവും വെള്ളരിയും ഓറഞ്ച് വിവിധ പഴങ്ങൾ എന്നിവയും ആഭരണവും പൂജയ്ക്കൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് പറ്റിയ ഒരു സ്ഥലത്ത് വേണം നമുക്ക് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുവാനായിട്ട്. ഭഗവാന് തുളസിമാലയും പാൽപ്പായസവും വെണ്ണ, പഴം, പഞ്ചസാര, ഉണ്ണിയപ്പം എന്നിവ നിവേദിക്കുന്നത് ഏറ്റവും ഒരു ഉത്തമമായ കാര്യമാണ്. ഇനി അന്നേ ദിവസം നമ്മൾ ഉപവസിക്കുന്നതിൻ്റെ ഗുണങ്ങൾ നോക്കാം. ആരെങ്കിലും ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ അർദ്ധരാത്രി വരെ ഉപവസിച്ചാൽ അപാരമായ സന്തോഷവും സമൃദ്ധിയും ദീർഘായുസ്സും ലഭിക്കുമെന്നാണ് വിശ്വാസം. കൂടാതെ ഒരിക്കലെങ്കിലും ഈ ഉപവാസം ആചരിക്കുകയും കൃഷ്ണൻ്റെ ജനന മുഹൂർത്തം വരെ ഒന്നും കഴിക്കുകയോ ചെയ്യാത്ത ഒരാൾക്ക് മോക്ഷം വരെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഭക്തിയോടെ ഭഗവത് നാമങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുന്നത് സാധാരണ ദിനത്തിൽ ജപിക്കുന്നതിനേക്കാളും 4 ഇരട്ടി ഫലമാണ് നൽകുന്നത്. അത്ഭുത ശക്തിയുള്ള ശ്രീകൃഷ്ണ പ്രീതികരങ്ങളായ മന്ത്രങ്ങളാണ് ഗോപാല മന്ത്രം എന്ന് അറിയപ്പെടുന്നത്. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിനത്തിൽ ഈ മന്ത്രം ജപങ്ങളോടെ ആരംഭിക്കുന്നത് തന്നെ വളരെയധികം ഉത്തമമായ കാര്യമാണ്. ആയുർ ഗോപാല മന്ത്രമാണ്. ദേവകീ സുത ഗോവിന്ദ വാസുദേവോ ജഗൽപതി ദേഹിമേ ശരണം കൃഷ്ണ ത്വാമഹം ശരണം ഗത. അതുപോലെ സന്താന ഗോപാലമാണ്. ദേവകീ സുത ഗോവിന്ദ വാസുദേവോ ജഗൽപതി ദേഹിമേ തനയം കൃഷ്ണ. ഇങ്ങനെ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലി രാജഗോപാല മന്ത്രവും കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്തനാമ ഭയങ്കര ഗോവിന്ദ ബ്രഹ്മാനന്ദ സർവമേ വശമായ ഈ വശമാനയ എന്നൊക്കെയുള്ള ഇത് നമുക്ക് ജപിക്കുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ വശ്യവും ഒക്കെ നമുക്ക് പ്രാബല്യത്തിൽ വരും. അതുപോലെ ദശാക്ഷരി ഗോപാലമന്ത്രമായ ഗോപി ജനവല്ലഭായ സ്വാഹ, ഇത് അഭിഷ്ടസിദ്ധിക്ക് ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രമാണ്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമണ വിശ്വേശ്വര വിദ്യാമാസ്യു പ്രയസ്യമേ. ഇത് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് വിദ്യാലാഭമാണ് ലഭിക്കുന്നത്. ഹയഗ്രീവ ഗോപാലമന്ത്രം ചൊല്ലുകയാണെങ്കിൽ സർവജ്ഞാനലബ്ധിയും, മഹാബല ഗോപാലമന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ശക്തിവർദ്ധനവിനും, ദ്വാദശാക്ഷര ഗോപാലം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുകയാണെങ്കിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷ, പുരുഷാർത്ഥ ലബ്ധിയാണ് ഫലം. അപ്പോൾ ഏവരും അന്നേ ദിവസം വ്രതമൊക്കെ എടുത്ത് ജന്മാഷ്ടമി നല്ല രീതിയിൽ ആഘോഷിക്കുക. ഭഗവാന്റെ 100 ഇരട്ടി സ്നേഹം നമുക്ക് അതുപോലെ അനുഗ്രഹം നമുക്ക് ലഭിക്കാനായിട്ട് ഇത് ഇടവരുത്തും. അതുപോലെ തന്നെ ഭക്തവത്സലനായ ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ദിവസമാണ് ഭഗവാന്റെ തിരുവതാര ദിനമായ ശ്രീകൃഷ്ണ ജയന്തി. 2025 സെപ്റ്റംബർ 14 ഞായറാഴ്ചയാണ് ഇത്തവണത്തെ അഷ്ടമി രോഹിണി വരുന്നത്. അന്നേ ദിവസം വ്രതമെടുക്കുന്നത്, ശ്രീകൃഷ്ണ നാമം ജപിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ്. ഈ ദിവസം വ്രതമെടുത്ത് ഗുരുവായൂർ ദർശനം നടത്തുന്നത് കോടി പുണ്യമാണ് നമുക്ക് നേടിത്തരുന്നത്. ഗുരുവായൂരിൽ അഷ്ടമി രോഹിണി ദിവസത്തെ പ്രധാന വഴിപാടാണ് കണ്ണൻ്റെ പ്രിയപ്പെട്ട അപ്പം വഴിപാട്. 2 അപ്പത്തിന് 35 രൂപ തുകയായിട്ട് വരുന്നത്. അഷ്ടമി രോഹിണിയിലെ ശ്രീകൃഷ്ണ ദർശനത്തിന് 100 ഇരട്ടിയാണ് ഫലം.
ഭക്തവത്സലനായ ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് ഭഗവാന്റെ തിരു അവതാര ദിനമായ ശ്രീകൃഷ്ണ ജയന്തി. അതുകൊണ്ട് തന്നെ ഏവർക്കും ഈ ദിവസം വ്രതവും ഉപാസനയുമൊക്കെ എടുത്ത് ഉപവസിച്ച് ഭഗവാന്റെ ആ പ്രീതിക്ക് പാത്രമായാൽ അതൊരു കോടി പുണ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നേടിത്തരുന്നത്. ഞാൻ ഈ പറഞ്ഞ മന്ത്രങ്ങളെല്ലാം തന്നെ നമുക്ക് പല വിധത്തിലുള്ള ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ അഷ്ടമി രോഹിണിയിലെ വ്രതമെടുത്ത് ഭഗവാനെ പൂജിക്കുക, കഴിവതും ശ്രീകൃഷ്ണ ദർശനം നടത്തുക. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ ഭഗവാൻ ഇഷ്ടമായിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ അർപ്പിക്കുക. അതുപോലെ തന്നെ ഭഗവാൻ ഇഷ്ടമായിട്ടുള്ള മാല ഏറ്റവും കൂടുതൽ തുളസി മാലയാണ് ഭഗവാൻ ഇഷ്ടം, അത് ഭഗവാന് സമർപ്പിക്കുക. അത് ഏറ്റവും നല്ല ഒരു നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരും. അത്രയ്ക്കും ഒരു പുണ്യ ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തി ദിവസം, അല്ലെങ്കിൽ അഷ്ടമി രോഹിണി ദിവസം. ഏവർക്കും അഷ്ടമി രോഹിണി ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. അടുത്തൊരു അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.